ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പച്ചരിയും നേന്ത്രപ്പഴവും കൊണ്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ, എന്നാൽ മാത്രമേ ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചരി നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചരി മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഈ ഒരു പച്ചരി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കേക്കിന് വേണ്ടി സാദാ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റേഷൻ പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല, അതിൽ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഈ പച്ചരി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഊറി വന്നിട്ടുള്ള ആ ഒരു വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പാലാണ്. പാല് 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്, തേങ്ങാപ്പാലിലായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ പച്ചരി നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇപ്പോൾ ഞാനിതിലേക്ക് മുഴുവൻ മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 നേന്ത്രപ്പഴം തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി പഴുത്ത നേന്ത്രപ്പഴം ആയിരിക്കണം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി 1 സ്പൂൺ വാനില എസൻസോ അല്ലെങ്കിൽ ഇതുപോലെ ഏലക്കായോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് നല്ലൊരു മധുരത്തിന് വേണ്ടി 1/2 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നല്ല മധുരമുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനനുസരിച്ചുള്ള മധുരമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ഞാൻ ഈ പച്ചരി അരച്ചു വെച്ചത് തന്നെ എടുത്ത് 1 കപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. വെള്ളം കൂടി ഇനി ആവുമ്പോൾ നല്ല ലൂസായി പോവും. അങ്ങനെ ആവാതിരിക്കാനാണ് ഈ പച്ചരി അരച്ചത് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഇതിലേക്ക് അരച്ചെടുക്കാനായി 1 കപ്പ് പച്ചരി അരച്ചത് കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി അരച്ചെടുത്ത പഴത്തിൻ്റെ മിക്സ് ഈ ഒരു പച്ചരി അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പഴത്തിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നേരിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാതെ ഞാൻ ആദ്യമേ തന്നെ ഇതുപോലൊരു കയ്യിലെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്കാണ് ഞാൻ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ള് സോഡാപ്പൊടിയും ഒരു നുള്ള് ബേക്കിംഗ് പൗഡറുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്പൂൺ കൊണ്ട് കോരി എടുക്കുമ്പോൾ ഈ ഒരു കട്ടിയിലാണ് മാവിരിക്കേണ്ടത്. നമ്മൾ സാധാരണ കേക്കിൻ്റെ ബാറ്ററൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അതേ ഒരു പരുവത്തിലാണ് ഇതും തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കറിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. നെയ്യ് തന്നെ വേണമെന്നില്ല, ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും സ്പ്രെഡാക്കി കൊടുക്കാം. അരച്ചു വെച്ച മാവ് ഇനി ഇതിലേക്ക് മുഴുവനായും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് മുഴുവൻ മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ കുക്കർ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് അങ്ങ് വേവിച്ചെടുക്കണം. എത്രത്തോളം വേവാൻ ടൈം എടുക്കുന്നോ അത്രത്തോളം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണം.
ഇപ്പോൾ നമ്മുടെ കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. 40 മിനിറ്റ് സമയമെടുത്തിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചരിയും നേന്ത്രപ്പഴവും കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു കേക്കിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു കേക്കാണ് റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.